നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ അഴിമതി കേസിൽ ജയിലിൽ പോയതും സ്വാതി മാലിവാൾ എംപിയെ കേജ്രിവാളിന്റെ വീട്ടിലിട്ട് മർദ്ദിച്ചതും ആം ആദ്മി പാർട്ടിയിലെ ഭിന്നതകൾ ഇപ്പോൾ രൂക്ഷമാക്കിയിരിക്കുകയാണ്. അഴിമതി വിരുദ്ധതയും സ്ത്രീ സുരക്ഷതയും പറഞ്ഞ് അധികാരത്തിലെത്തിയ പാർട്ടി 10 വർഷം കൊണ്ട് ഏറെ മോശം സ്ഥിതിയിലേക്കാണെന്നും കേജ്രിവാളിന്റെ നേതൃത്വം തെറ്റായ പാതയിലൂടെയാണ് പോകുന്നതെന്നും ആപ്പിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് കടുപ്പിച്ചു പറഞ്ഞു. കേജ്രിവാളിന് സ്വാധീനമില്ലാത്ത പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാന്റെ നേതൃത്വത്തിൽ ആപ്പിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും സജീവമായി കഴിഞ്ഞു. അധികാരം അരവിന്ദ് കേജ്രിവാളിനെ തികഞ്ഞ സ്വേച്ഛാധിപതിയാക്കി കഴിഞ്ഞതായി ആപ്പിലെ അതൃപ്തർ കുറ്റപ്പെടുത്തുന്നു. പദവികൾ ഇഷ്ടക്കാർക്ക് വീതം വെച്ച് നൽകാനുള്ള കേജ്രിവാളിന്റെ ശ്രമമാണ് സ്വാതിയെ മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചത്. കേജ്രിവാളിന് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്ന മനു അഭിഷേക് സിംഗ്വിക്ക് വേണ്ടി സ്വാതിയോട് രാജ്യസഭാ അംഗത്വം രാജിവെക്കാൻ കേജ്രിവാൾ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് പുതിയ വിവരം. ഇതിന് സ്വാതി തയ്യാറാവാതെ വന്നതോടെ കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വാതിയെ തല്ലുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. പലവട്ടം അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്ത വൈഭവ് കുമാറിനെ ആപ്പ് നേതൃത്വം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സ്വാതിയാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന തരത്തിൽ പ്രചരണം നടത്തുകയും കൂടി ചെയ്തതോടെ ആപ്പിലുള്ള നേതൃത്വങ്ങളുടെയും നേതാക്കളുടെയും പ്രവർത്തകരുടെയും അതൃപ്തി രൂക്ഷമായിരിക്കുകയാണ്. സ്വാതിയും സ്ഥലത്തെ ആപ്പ് ഘടകങ്ങൾ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോയതേയും പ്രതിസന്ധി കൂട്ടുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കിടന്നപ്പോൾ സ്വാതി മാലിവാളും രാഘവ് ചദ്രയും അടക്കമുള്ള എംപിമാർ സമരരംഗത്ത് ഇറങ്ങിയില്ല എന്നതാണ് കേജ്രിവാളിനെ രോക്ഷാകുലനാക്കിയത്. അഴിമതി കേസിൽ കേജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകാത്തവരെ പാർട്ടിയിൽ വെട്ടിനിരത്താനുള്ള തീരുമാനത്തിലാണ് മുഖ്യമന്ത്രിയും. എന്നാൽ 1.5 വർഷമായി ജയിലിൽ കഴിയുന്ന ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് വേണ്ടി കേജ്രിവാൾ യാതൊന്നും തന്നെ ചെയ്തില്ല എന്നതാണ് മറുവിഭാഗത്തിന്റെ പരാതി. ഡൽഹി മന്ത്രിമാരായ ആദിഷിയും സൗരഭ് ഭരദ്വാജും മാത്രമാണ് നിലവിൽ കേജ്രിവാളിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. മറ്റു നേതാക്കളെല്ലാം തന്നെ പാർട്ടിയുടെ പോക്കിൽ അതൃപ്തരായി മാറി നിൽക്കുകയാണ്. കേജ്രിവാൾ ജയിലിൽ പോയപ്പോൾ ഭാര്യയായ സുനിത കേജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചതാണ് പാർട്ടിക്കുള്ളിലെ ഭിന്നത രൂക്ഷമാക്കിയത്. ഇതോടെ രാജിവെക്കാതെ ജയിലിൽ കിടക്കാനും മുഖ്യമന്ത്രിയായി തുടരുകയെന്ന തീരുമാനത്തിൽ കേജ്രിവാൾ എത്തുകയായിരുന്നു. ഡൽഹിയിലെ സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങളും കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതികളും ചൂണ്ടിക്കാട്ടി പാർട്ടി രൂപീകരിച്ച അധികാരത്തിലെത്തിയ അരവിന്ദ് കേജ്രിവാൾ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ കഴിയുകയും പുറത്തു വന്നത് വനിതാ എംപിയെ മർദ്ദിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്ത ആപ്പിനെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ.